വചനമൊഴി സെപ്റ്റംബർ 22. വചനഭാഗം 1 യോഹന്നാൻ 5:13-21. യോഹന്നാന്റെ സുവിശേഷം 8:39-47. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അവർ ഈശോയോട് പറഞ്ഞു, അബ്രാഹമാണ് ഞങ്ങളുടെ പിതാവ്. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങൾ അബ്രാഹത്തിന്റെ മക്കളാണെങ്കിൽ അബ്രാഹത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു. എന്നാൽ ദൈവത്തിൽ നിന്ന് കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ എന്നെ കൊല്ലാൻ നിങ്ങൾ ആലോചിക്കുന്നു. അബ്രാഹം ഇങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ജാരസന്തതികളല്ല, ഞങ്ങൾക്ക് പിതാവ് ഒന്നേയുള്ളൂ, ദൈവം. ഈശോ അവരോട് പറഞ്ഞു, ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. കാരണം ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ സ്വമേധയാ വന്നതല്ല, അവിടുന്ന് എന്നെ അയച്ചതാണ്. ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല? എന്റെ വചനം ശ്രവിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ട് തന്നെ. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്. നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകിയാണ്. അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല, എന്തെന്നാൽ അവനിൽ സത്യമില്ല. കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവം അനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത്. കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. ഞാനാകട്ടെ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം ആരോപിക്കാൻ കഴിയും? ഞാൻ സത്യമാണ് പറയുന്നതെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല? ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിന്റെ വാക്കുകൾ ശ്രവിക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരല്ല, അതുകൊണ്ട് നിങ്ങൾ അവ ശ്രവിക്കുന്നില്ല. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സുവിശേഷത്തിലൂടെ നാം ശ്രവിക്കുന്നത് ഈശോ മിശിഹ ദൈവത്തെക്കുറിച്ച് നടത്തുന്ന വെളിപാടും പിതാവിന്റെ വചനമാകുന്ന അവിടുന്ന് തന്നെ വെളിപ്പെടുത്തുന്നതുമാണ്. പിതാവ് ആദ്യം മുതൽ ഉള്ളവനാണ്. അബ്രാഹത്തെ വിളിച്ച് ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിലൂടെ അവിടുന്ന് തന്നെ വെളിപ്പെടുത്തി. ആ ദൈവിക വെളിപാടിന്റെ പൂർണ്ണതയാണ് ദൈവം തന്നെയായ മിശിഹ മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ച് നിറവേറ്റിയത്. മിശിഹായെ സ്വീകരിക്കുന്നവർ, മിശിഹായെ ഏറ്റുപറയുന്നവർ പിതാവിനെ തന്നെയാണ് ഏറ്റുപറയുന്നത്. മിശിഹായെ തിരസ്കരിക്കുന്നവർ പിതാവിനെ തിരസ്കരിക്കുന്നു. അവർ പിശാചിന്റെ പാത തുടരുകയാണ്. പിശാചിന്റെ ജോലിയാണ് ദൈവത്തിൽ നിന്ന് ആളുകളെ അകറ്റുക എന്നത്. ദൈവത്തെ സ്വയം വെളിപ്പെടുത്തുവാൻ വന്ന മിശിഹായെ തിരസ്കരിക്കുന്നതിലൂടെ പിശാചിന്റെ പ്രവർത്തകരായി മാറുകയാണ്. പിശാചിന്റെ അനുയായികളായി മാറുകയാണ് ഈശോയെ തള്ളിപ്പറയുന്നവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നു. ഈശോയെ തള്ളിപ്പറയുന്നതിന് അവരെ പ്രേരിപ്പിച്ചത് പിശാചായിരുന്നു. അതായിരുന്നു അവർ ചെയ്ത പിശാചിന്റെ പ്രവൃത്തികൾ. സത്യം ഈശോ മിശിഹായിലൂടെ വെളിപ്പെടുത്തപ്പെട്ടു. ആ സത്യത്തെ നിഷേധിച്ചുകൊണ്ട് നുണയും നുണയുടെ പിതാവുമായ പിശാച് പ്രവർത്തിക്കുന്നു. സത്യത്തിൽ നിന്നകന്ന് തിന്മയുടെ മാർഗത്തിൽ നുണയുടെ പാതയിൽ യാത്ര ചെയ്യുന്നവർ മിശിഹായെ ഉപേക്ഷിച്ച് പിശാചിന്റെ പിന്നാലെ യാത്രയാകുന്നവരാണ്. ഈശോയിലുള്ള വിശ്വാസം പിശാചിനെ ഉപേക്ഷിച്ച് സത്യത്തിന്റെ മാർഗത്തിലേക്കുള്ള യാത്രയാണ്. തിരുവചനം ശ്രവിക്കുന്നവർക്ക് സത്യം മനസ്സിലാക്കുവാനും സത്യത്തെ അനുഗമിക്കുവാനും സാധിക്കും. കാരണം തിരുവചനത്തിലൂടെയാണ് സത്യം പൂർണ്ണമായി വെളിവാക്കപ്പെട്ടത്. വചനം സ്വീകരിച്ച് വചനത്തിന് നമ്മിലൂടെ ജീവൻ നൽകി തിന്മയുടെ ശക്തിയെ അകറ്റി നിർത്തുവാനും വചനത്തിന്റെ പാതയിൽ മുന്നേറുവാനും നമുക്ക് സാധിക്കണം എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട്, ഈശോയുടെ വചനം നമ്മിൽ സ്വീകരിച്ചുകൊണ്ട്
പൈശാചിക ശക്തികളെയും നമ്മിൽ നിന്നും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും അകറ്റി നിർത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.